ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1 കോടി കവിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 67.14% പോളിംഗ്. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. അന്താരാഷ്ട്ര ബ്ലൂ ഫ്ളാഗ് പദവി തുടർച്ചയായ 6ാം തവണയും നിലനിർത്തി കോഴിക്കോട് കാപ്പാട് ബീച്ച്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഡൽഹി പോലീസ് കമ്മീഷണർ, NIA ഡയറക്ടർ ജനറൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകശ്മീർ DGP യോഗത്തിൽ വെർച്വലായാണ് പങ്കെടുത്തത്. ചുവപ്പുകോട്ടയ്ക്ക് സമീപം ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 8 പേരാണ് മരിച്ചത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ സന്ദർശനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേസമയം ഡൽഹി സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സംസ്ഥാനത്തും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി. എല്ലാ ജില്ലകളിലെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷാ പരിശോധന, പെരുമാറ്റച്ചട്ടങ്ങൾ വർദ്ധിപ്പിച്ചു. യാത്രക്കാർ പുറപ്പെടാൻ അനുവദിച്ചിട്ടുള്ള സമയത്തിനു മുൻപ് എത്തിച്ചേർന്ന് സുരക്ഷാ പരിശോധനാ നടപടികളിൽ സഹകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. 24 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9 11 വോട്ടെടുപ്പ്. അടുത്ത മാസം 13 വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമം പ്രസിദ്ധീകരിച്ചതോടെ സുതാര്യമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാനുള്ള നടപടികളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നടപടികൾ. ഒരു റിപ്പോർട്ട്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത വോട്ടർ പട്ടികയാണ് തയ്യാറാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് തയ്യാറാക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അതാത് സ്ഥാപനങ്ങളിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് പട്ടിക തയ്യാറാക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക അതാത് സ്ഥാപനങ്ങളിലും കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വോട്ടർ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുള്ള പേര്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്നിവ പേര് തിരയുന്നതിന് ഉപയോഗിക്കാം. ഇതിനു പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർക്ക് നൽകിയിട്ടുള്ള SEC എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും 9 അക്കങ്ങളും ചേർന്ന സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉപയോഗിച്ചും പേര് തിരയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വിവിധ മുന്നണികൾ. UDFും BJPയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയതോടെ കൊല്ലം കോർപ്പറേഷനിലും തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് 13 സ്ഥാനാർത്ഥികളെയും RSP 10 സ്ഥാനാർത്ഥികളെയും BJP 21 സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയായി. കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിലെ കൌൺസിൽ അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം 1 കോടി കവിഞ്ഞു. 8 ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് SIRനെ ബാധിക്കില്ലെന്നും വോട്ടർമാർ ഓൺലൈൻ സംവിധാനം ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര ബ്ലൂ ഫ്ളാഗ് പദവി 6ാം തവണയും നിലനിർത്തി കോഴിക്കോട് കാപ്പാട് ബീച്ച്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പരിപാലിച്ചു വരുന്ന ബീച്ചിൽ നടപ്പാക്കുന്ന ഓർക്കിഡുകളുടെ പുനരധിവാസ പദ്ധതിക്കാണ്
ഈ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളുടെ മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. പ്രാദേശിക ഓർക്കിഡ് ഇനങ്ങളെ പുനരുദ്ധരിക്കുകയും തേനീച്ചകളും ശലഭങ്ങളും പോലുള്ള പരാഗണ ജീവികളെയും സംരക്ഷിക്കുകയുമാണ് കാപ്പാട് പദ്ധതിയിലൂടെ നടപ്പാക്കി വരുന്നത്. അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ കേരളവും UAEയും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, സാമ്പത്തിക വികസന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൂടുതൽ നിക്ഷേപ പദ്ധതികൾക്ക് വഴി തുറക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 67.14% പോളിംഗ്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 2ാം ഘട്ടത്തിൽ 302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 6-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ്. ഇരു ഘട്ടങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തിരുവനന്തപുരത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. N. വാസുവിനെ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങി സന്നിധാനം. ശബരിമല ക്ഷേത്രനട ഞായറാഴ്ച തുറക്കും. ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിലെ മണ്ഡലകാലത്തിനായി ഈ മാസം 16 വൈകിട്ട് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് നിയുക്ത മേൽശാന്തിമാരെ സ്വീകരിച്ച് 18ാം പടി കയറ്റും. 17-ന് വൃശ്ചികപ്പുലരിയിൽ പൂജകൾ ആരംഭിക്കും. ഓൺലൈൻ വഴി തീർത്ഥാടകർക്ക് ദർശനത്തിനായി ബുക്ക് ചെയ്യാം. വണ്ടിപ്പെരിയാർ സത്രം, എരുമേലി, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകും. പ്രശസ്തമായ മണ്ണാറശാല ആയില്യം നാളെ. പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പൂയം തൊഴിലാണ്. നാളെ ആയില്യ മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകളും സജ്ജമാക്കി. പ്രശസ്ത സംഗീതജ്ഞൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ 100ാം ജന്മവാർഷിക ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടക്കുന്ന പരിപാടി പൂയം തിരുനാൾ ഗൌരി പാർവതി ഭായ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി പ്രത്യേക സംഗീത കച്ചേരിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വയനാട് പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർക്ക് നേരെ ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് പ്രതികരണം. സംഭവത്തിൽ KGMOയെയും പ്രതിഷേധിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഏകതാ പദയാത്ര സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം മൈ ഭാരത് സംസ്ഥാന ഡയറക്ടർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സർദാർ പട്ടേലിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഏകതാ പ്രതിജ്ഞയും ചൊല്ലി. ജല അതോറിറ്റിയുടെ വെള്ളയമ്പലം ജലശുദ്ധീകരണശാലയിൽ ശുചീകരണ ജോലികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. കുര്യാത്തി സെക്ഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം തുടങ്ങിയ വാർഡുകളിലും പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര വാർഡുകളിലും ഇന്നും നാളെയും ജലവിതരണം ഭാഗികമായും മറ്റന്നാൾ പൂർണ്ണമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1 കോടി കവിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 67.14% പോളിംഗ്. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. അന്താരാഷ്ട്ര ബ്ലൂ ഫ്ളാഗ് പദവി തുടർച്ചയായ 6ാം തവണയും നിലനിർത്തി കോഴിക്കോട് കാപ്പാട് ബീച്ച്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.